ബിബിൻ കുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെയാണ്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ ചിലപ്പോൾ വിഷൻ ബോർഡ് അല്ലെങ്കിൽ വിഷൻ ബുക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടിൻ്റെയും പ്രത്യേകതകളും ഇതിൻ്റെ ഉപയോഗങ്ങളുമാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ വിഷൻ ബോർഡ് അല്ലെങ്കിൽ വിഷൻ ബുക്ക് വെച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ബിബി കുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കോട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കോട് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് ചിലപ്പോൾ പലതരം ആഗ്രഹങ്ങളുണ്ടാകും, പല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരണമെന്ന ആഗ്രഹമുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന രണ്ട് മാർഗങ്ങളാണ് വിഷൻ ബുക്ക് അല്ലെങ്കിൽ വിഷൻ ബോർഡ്. നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് നിങ്ങൾ ഒരു ലിസ്റ്റ് എടുക്കണം. ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീടാണ് ആവശ്യം, അല്ലെങ്കിൽ വാഹനമാണ് ആവശ്യം, ജോലിയാണ് ആവശ്യം, സെലിബ്രിറ്റി ലെവലിൽ തിളങ്ങുന്നതാണ് ആവശ്യം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ലിസ്റ്റ് നിങ്ങൾ പേപ്പറിൽ ആദ്യം തയ്യാറാക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അതിൻ്റെ ഫോട്ടോകൾ, അത്തരം കാര്യങ്ങൾ നേടിയ ആളുകളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണ് എത്തേണ്ടത്, ആ മേഖലയിൽ നിങ്ങൾ ആരെയാണ് റോൾ മോഡലായിട്ട് അനുകരിക്കാൻ ഇഷ്ടം, ആ ആളുടെ ഫോട്ടോയും എടുത്ത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് എടുക്കുകയോ അങ്ങനെ അത് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഫോട്ടോ നിങ്ങളുടെ എപ്പോഴും കാണാത്ത വിധത്തിൽ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത ശേഷം ഈ ചെറിയ പ്രിൻ്റ് എടുത്തിട്ട് ഒരു ബോർഡ് പോലെ തയ്യാറാക്കിയിട്ട് ആ ബോർഡിൽ ഒട്ടിക്കുകയാണ് വേണ്ടത്. ഈ ബോർഡ് എപ്പോഴും നിങ്ങളുടെ മുറിയിൽ കാണാവുന്ന രീതിയിലായിരിക്കും. സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് ഒരു വട്ടത്തിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡ് പോലെ ആക്കിയിട്ട് അതിൽ ഇതെല്ലാം ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു ഉദാഹരണം ഒന്നുകൂടി പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണ്, നിങ്ങൾക്കൊരു മസിൽമാനൊക്കെ ആകണം. അപ്പോൾ നിങ്ങൾ ഏത് താരത്തെ പോലെ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു, ആ താരത്തിൻ്റെ വിവിധ ഏജുകളിലുള്ള ബോഡി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ നിങ്ങൾ കളക്ട് ചെയ്ത് പ്രിൻ്റ് എടുത്തു വെച്ച ശേഷം ഈ പ്രിൻ്റുകൾ നിങ്ങൾ ഓരോ ഘട്ടമായിട്ട് ഒട്ടിച്ച് അതിങ്ങനെ യാത്ര ചെയ്തു പോകുന്നുണ്ട്. അതായത് വലിയ ഡെവലപ്പ് ആവാത്ത ഒരു ഫോട്ടോ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് റൗണ്ടായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ അടയാളപ്പെടുത്തി കൂടി അതിൽ വെക്കുക. അതായത് നിങ്ങൾ സ്വയം ആ ഒരു സ്റ്റേജിൽ, അതായത് ഫസ്റ്റിൽ നിന്ന് നിങ്ങൾ ഈ ലാസ്റ്റിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളാണ് ആ നിൽക്കുന്ന വ്യക്തി എന്ന് സങ്കല്പിച്ച് നിങ്ങൾ അതിൻ്റെ തക്ക വ്യായാമങ്ങളൊക്കെ നിങ്ങളുടെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഫസ്റ്റിൽ നിന്ന് നിങ്ങൾ ലാസ്റ്റിലേക്ക് എത്തുന്നു എന്ന ആ ചിന്തയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ആ ബോർഡിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. നിങ്ങൾക്ക് സൈഡിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കണേ, ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അതിലേക്ക് നോക്കുമ്പോൾ ഒരു ഓർമ്മ കിട്ടും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ ബോർഡിലേക്ക് നോക്കി, മനസ്സിലായി. പിന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് ആ ബോർഡിലേക്ക് നോക്കി. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ടെൻഷന്, പ്രശ്നങ്ങൾ, വാക്ക് തർക്കം, വഴക്ക്, ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുക, വൈഫൈ ഇല്ലാതെ വരിക, കടം, രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കും നമ്മുടെ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും, പുതിയ കാര്യങ്ങൾ എങ്ങ് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പഴയ കാര്യം നമ്മൾ മറന്നു. ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ വ്യായാമമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പനി പിടിച്ചു. ഒരാഴ്ചയായിട്ട് നമ്മൾ ജിമ്മിലൊന്നും പോയില്ല. കുറച്ച് കഴിയുമ്പോൾ പോകാൻ ഒരു മടി വരും. ഒരു 15 ദിവസം പനി ഭയങ്കര കടുത്തതാണ്, ശരീരം ഇളക്കാൻ പറ്റാത്ത 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പനി മാറിയ ശേഷം നിങ്ങൾ ഇനിയും റെസ്റ്റ് എടുക്കണം. ചിലപ്പോൾ ഒരു മാസം മൊത്തം റെസ്റ്റ് എടുത്ത ശേഷം ഒന്ന് തെളിഞ്ഞ് വരുമ്പം നിങ്ങൾ വീണ്ടും ജിമ്മിൽ പോകാമെന്ന് നോക്കും. ചിലപ്പോൾ നിങ്ങളൊരു മടി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മടി ബാധിക്കാതിരിക്കണമെങ്കിൽ ഈ പനിച്ചിരിക്കുമ്പോഴും ഇടയ്ക്ക് വിഷം പോലെ നോക്കാം. എന്നും പറഞ്ഞിട്ട് ഓടിപ്പോയി വ്യായാമം ചെയ്യാനല്ല. പനിക്കുമ്പോൾ ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ പാടില്ല. പനിയൊക്കെ മാറി വളരെ ആരോഗ്യം കിട്ടിയ ശേഷം മാത്രമേ വ്യായാമത്തിലേക്ക് കടക്കാവൂ, വ്യായാമം ചെയ്യുന്നവരാണെങ്കിലും. അപ്പോൾ അതല്ലെങ്കിൽ ഗുണത്തൊക്കെ കൂടുതൽ ദോഷം ചെയ്യും, ഭയങ്കരമായിട്ട് സീരിയസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം പനിയുള്ള സമയത്ത് നമുക്ക് അറിയാം, നമ്മുടെ വിഷം പോലെ അവിടെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ മൈൻഡിൽ നിന്ന് മാറിപ്പോകില്ല. എത്ര വലിയ സ്ട്രെസ്സ് വന്നാലും എത്ര വലിയ പ്രശ്നം വന്നാലും ഈ ഒരു വിഷം പാടിലേക്ക് നോക്കുമ്പം നമ്മൾ പഴയ ആ ഒരു ഇതിലോട്ടെത്തും, ആ മോട്ടിവേഷൻ നമ്മളിലേക്ക് തിരിച്ചു വരും. ഇതാണ് വിഷം ബോർഡ്. ഞാനിപ്പോൾ ഇവിടെ മസിൽമാൻ എന്ന് പറയുന്ന കാര്യം മാറ്റിയിട്ട് ഇവിടെ നമുക്ക് എന്താണ് ജോലി, ഏത് കാര്യമായിട്ടാണ് നിങ്ങൾ ആകേണ്ടത്, അതിന് തക്ക സെലിബ്രിറ്റിയാണ്, സെലിബ്രിറ്റികളുടെ ഫോട്ടോ ശേഖരിച്ച് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റേജ് ഘട്ടമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ മാറി എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ എത്തിയത്. അവർ വൃദ്ധരായി പോയിട്ടുണ്ടെങ്കിൽ വൃദ്ധരാവുന്നവിടം വരെയുള്ള ഫോട്ടോ കളക്ട് ചെയ്യേണ്ട.
അവരുടെ നല്ല ഏജിലെത്തിയവിടുത്തെ ആ ഫോട്ടോ കൊണ്ട് ആ കളക്ഷൻ നിർത്തുക. എന്നിട്ട് ആ ഒരു പൊസിഷനിലാണ് നിങ്ങൾ എത്തേണ്ടത്. അല്ലെ വാർദ്ധക്യത്തിലോട്ട് പോകാനല്ല. അവർ റിട്ടയർഡായിട്ട് ഇരിക്കുന്ന ആ ഒരു ഫീൽഡിൽ എത്താനല്ല നിങ്ങൾ പോകുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെലിബ്രിറ്റി പണ്ടുള്ള ആളാണ്. ആളുടെ ഫോട്ടോസ് കളക്ട് ചെയ്ത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് എന്ന വഴി പോകുമ്പോൾ അവരുടെ ഏറ്റവും കരിയറിൻ്റെ ഉച്ചസ്ഥായി നിന്ന ടൈമിലെ ഫോട്ടോ ആയിരിക്കണം ലാസ്റ്റ് സ്റ്റേജായിട്ട് നിങ്ങൾ വെക്കാൻ. അതിനപ്പുറത്തെ ഫോട്ടോ കളക്ട് ചെയ്തുകൊണ്ട് വരണ്ട. മസിലുള്ള ആളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ഫോട്ടോ കളക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ബോഡിയൊക്കെ പോയി അസുഖം പിടിച്ചിരിക്കുന്ന ടൈമിൽ ഫോട്ടോ എടുത്തുകൊണ്ട് വരരുത്. ഏറ്റവും ഹൈ ആയിട്ട് അവർ നിന്ന ഭാഗമാണ് നിങ്ങൾ ലാസ്റ്റ് സ്റ്റേജായിട്ട് വെക്കേണ്ടത്. എന്നിട്ട് ആ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ നേരെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതാണ് വിഷൻ ബോർഡ്. അപ്പോൾ ഇവിടെ വിഷൻ ബുക്കിൻ്റെ പ്രശസ്തി എന്ത്? പല ആളുകൾക്കും വിഷൻ ബോർഡ് വെക്കാൻ പറ്റത്തില്ല. വിഷൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ചിലപ്പം മുറി തുറക്കുമ്പോൾ ഇതെന്ത് പരിപാടി എന്ന് നോക്കി അതിനടുത്ത് വന്നിട്ട് പലതരം ചോദ്യങ്ങൾ ചോദിക്കും. അത് ചിലപ്പം വാക്കാർക്കും ഉണ്ടാവും. അവസാനം ചിലപ്പോൾ തല്ലിപ്പൊടിക്കേണ്ടി വരും. മനസ്സിലായോ? മനുഷ്യൻ്റെ സ്വഭാവമാണ്. ചിലപ്പം വിഷൻ ബോർഡൊക്കെ നമ്മൾ ചിലപ്പോൾ സ്വയം പൊട്ടിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ പൊട്ടിക്കും, അല്ലെങ്കിൽ ആരെയും അങ്ങോട്ട് വെളിക്കളയും. ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ബന്ധുക്കളോ അമ്മാവനോ അപ്പൂപ്പനോ ഒക്കെ വന്ന സാധനം വെളി പോകും. അങ്ങനെ പോകാതിരിക്കാൻ വിഷൻ ബോർഡിന് പകരം വിഷൻ ബുക്ക്. ഇനി വിഷൻ ബോർഡ് ആർക്കൊക്കെ പറ്റും? നിങ്ങളൊരു ഓഫീസ് നടത്തുന്ന ആളാണ്, നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണ്, നിങ്ങൾ മുതലാളിയാണ്, ബോസാണ്, നിങ്ങളോട് ചോദിക്കാൻ ആരുമില്ല. നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങളുടെ ഒരു കൊച്ചു ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്, കൗണ്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ആളുകൾക്ക് പ്രവേശനമില്ല എങ്കിൽ അവിടെ ഒരു ബോർഡ് വെക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം കണ്ട ആൾക്കാർ ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ബോർഡ് വെക്കാം. മനസ്സിലായോ? അല്ലെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു തുണിയിട്ട് മറച്ചോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്കത് ഇടയ്ക്ക് തുറന്ന് നോക്കാം, അടച്ചു വെക്കാം. നിങ്ങളുടെ ക്യാബിനിലേക്ക് ആരും കടന്നു വരുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വിഷൻ ബോർഡ് സൂപ്പറാണ്. ഇനി നിങ്ങളുടെ ഒരു 10 പേരെ വെച്ച് നിങ്ങളൊരു മിഷൻ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ടൊരു കാര്യം എത്തിക്കണം, ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കണം. അത്രയും ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ അവിടെ ഒരു വിഷൻ ബോർഡ് ഇങ്ങനെ തുറന്നു വെക്കാം. നിങ്ങളുടെ പ്രോജക്റ്റിനോടനുബന്ധിച്ച ഓരോ ഘട്ടത്തിൻ്റെ ഫോട്ടോ ഒട്ടിക്കുക. വരുന്ന അത്രയും സ്റ്റാഫുകൾ അങ്ങോട്ട് നോക്കാൻ പറയുക, പോകുന്നതിന് മുമ്പിട്ട് അങ്ങോട്ട് നോക്കാൻ പറയുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ലാസ്റ്റ് വരച്ച് അടയാളപ്പെടും, ലാസ്റ്റ് സ്റ്റേജ്. അതിനുവേണ്ടി നിങ്ങൾ ഘട്ടമായിട്ട് പൊരുതുക. അപ്പം കംപ്ലീറ്റ് ആയിട്ട് 15 പേര് കൂടി ഒരു സംഭവം നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാം. അതിന് പബ്ലിക്കായിട്ട് വിഷൻ ബോർഡ് എല്ലാവരുടെയും ആഗ്രഹം ഒന്നാണ്. അവിടെ എല്ലാവരുടെയും കൂട്ടമായ തീരുമാനം ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇതിനാണ് വിഷൻ ബോർഡ്. നമ്മൾ അപമാനപ്പെടുന്നവരാണ്, അല്ല കളിയാക്കപ്പെടുന്നവരാണ്, വീട്ടിൽപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുകയില്ല, അപ്പോൾ പ്ലാൻ എന്തെന്നറിയും, അടുത്തത് ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നറിയും. ഇതൊന്നും മനസ്സിലാക്കരുത്. സീക്രട്ട് കീപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കാണ് വിഷൻ ബുക്ക്. കടയിൽ പോവുക, ഒരു വലിയ ജേർണൽ, വലിയ നോട്ട് ബുക്ക് സൈസ്, റെക്കോർഡ് ബുക്ക് എന്നൊക്കെ പറയുന്ന മോഡൽ വലിപ്പത്തുള്ള റെക്കോർഡ് ബുക്ക് മേടിക്കരുത്. അല്ലാതെ ഫുള്ള് റെക്കോർഡ് ബുക്കിൽ ആ ഒരു പ്രിൻ്റ് കാണില്ല, മാപ്പ് പോലുള്ള. അതല്ലാത്ത മറ്റേ ജേർണലായിട്ടുള്ള ബുക്ക് വാങ്ങും. ആ ബുക്കിൽ 1-ാം പേജ് ഫസ്റ്റ് സ്റ്റേജിൽ എഴുതി അങ്ങനെ 2, 3 നിങ്ങൾക്ക് വേണ്ട എത്ര സ്റ്റേജിൻ്റെ ഫോട്ടോ കളക്ട് ചെയ്യുക, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടിയിടുക. ബാക്കി പേജുകൾ വൈറ്റായിട്ട് കിടന്നുണ്ട്, അത് കീറാനോ ഒന്നും പോകണ്ട. ഒന്നേന്ന് ഇങ്ങനെ മറിച്ച് ഡെയിലി കാണുക, കിടക്കാൻ നേരവും രാവിലെയും കാണുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി അതാണ് വിഷൻ ബുക്ക്. സംഭവം മനസ്സിലായി. ഇതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കുക. ഫോട്ടോകൾ ഗൂഗിളിൽ നിന്ന് എവിടെ നിന്ന് വെച്ചാൽ എടുത്തിട്ട് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഒട്ടിച്ചിട്ട് നിങ്ങൾ മറിച്ച് കാണുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വീണ്ടും ആ കാര്യം മനസ്സിലായി. ഈ ബുക്ക് വേണം മടക്കി എവിടെ വേണമെച്ചാൽ കയറ്റി വെക്കാം. ആരും കാണുകയില്ല, ആരും കണ്ടുപിടിക്കാത്തടത്ത് വേണം വെക്കാൻ. എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് മേശയുടെ നടക്കോ പഠിക്കുന്ന ബുക്കിൻ്റെ കൂടെയോ ഒന്നും വെച്ചിട്ട് സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന അവസ്ഥയൊന്നും ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ പഠിക്കുന്ന കോളേജിലോ ഒക്കെ ടീച്ചേഴ്സ് ഈ ബുക്ക് എടുത്ത് എല്ലാവരുടെ മുമ്പിൽ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഇൻഫെക്റ്റ് ആകും, അത് വലിയ വേദനയാവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ എവിടെയും മാറ്റി വെക്കുക. ഒളിപ്പിച്ച് പിടിച്ചിങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കഴിയുമ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും സംശയം തോന്നും. അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കുറച്ച് ഫോട്ടോ, മാന്യമായ ഫോട്ടോ നിങ്ങളുടെ ലക്ഷ്യത്തിനോടനുബന്ധിച്ച്, അല്ലാതെ എല്ലാ സെലിബ്രിറ്റികളുടെയും ഫോട്ടോ പിടിച്ച് അതിൽ ഒട്ടിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക, കാര്യങ്ങൾ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ നിങ്ങൾ വെച്ചു, ആ സ്റ്റേജ് അനുസരിച്ച് നിങ്ങൾ വളരുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആ ബുക്ക് മടക്കി വെക്കാം, ആ ബുക്കിൽ ഇറക്കി നോക്കുക. അതാണ് വിഷൻ ബുക്കിൻ്റെ പ്രകാരം. നമ്മൾ സീക്രട്ടായിട്ട് നിൽക്കണം. പബ്ലിക്കായിട്ട് നിൽക്കണം. മറ്റേ മിഷൻ നടത്താൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പബ്ലിക്കായിട്ട് വിഷൻ ബോർഡ്. അപ്പം എന്തിനാണ് ഈ വിഷൻ ബുക്കും ഈ വിഷൻ ബോർഡും? ഈ വിഷൻ ബോർഡ് എന്തിനാണ് വിഷൻ ബുക്കും ഈ വിഷൻ ബോർഡും? വിഷൻ ബോർഡ് ഒട്ടിച്ചുകൊണ്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഈ വിഷൻ ബുക്ക് നോക്കിക്കൊണ്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല. നമ്മുടെ ബ്രെയിനിന് ഈ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ ഓർമ്മിച്ച് കിട്ടിയില്ലെങ്കിൽ മറന്നുപോകും. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. കാരണം ബ്രെയിനിൻ്റെ പ്രവൃത്തി, മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ പ്രവൃത്തി ഒരുപാട് ലോഡുള്ളതാണ്. ഇത് മറവി വരുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കാണാനായിട്ട് പറയുന്നത്. വീണ്ടും കാണുമ്പോഴാണ് വിജയം വരുന്നത്.
ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ചിലപ്പോൾ പരസ്യം നമ്മൾ കണ്ടിട്ടില്ലേ, 10 തവണയായിരിക്കും ഒരു ഇൻ്റർവെല്ലിൽ. അതിപ്പോൾ നമ്മൾ സീരിയൽ കാണുവാണെന്ന് കരുതുക, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പരസ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ പരസ്യമാണ് നമ്മൾ 10 തവണ കാണുക. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം വീണ്ടും തുടങ്ങി, അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് പരസ്യം ആരംഭിച്ചപ്പോൾ ഇതേ പരസ്യം തന്നെ വീണ്ടും കാണും. ആ പ്രോഗ്രാം അവസാനിക്കുന്നതിനുള്ളിൽ 4 തവണയാണ് ആ പരസ്യം നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പരസ്യം നമ്മൾ കാണാൻ പഠിക്കും. ഇതിലെ ഡയലോഗ് നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഈ പരസ്യത്തെ ഡയലോഗ് പറയും. ഇതാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ എന്തിന് ഏറ്റവും കൂടുതലാണ് ഓർമ്മിപ്പിച്ച് നമ്മുടെ മൈൻഡിലേക്ക് തരാനായിട്ടാണ് പരസ്യദാതാക്കൾ ഇതുപോലെ പരസ്യം നമ്മളെ കാണിക്കുന്നത്. ഒരേ പരസ്യം 3 തവണ 4 തവണ റിപ്പീറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റിനെ ഓർത്തിരിക്കും, ആ പരസ്യം നിൽക്കും, നമ്മുടെ പരിപാടി നിൽക്കും. അപ്പോൾ അങ്ങനെ മെമ്മറിയിലേക്ക് എത്ര തവണ തരുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാണ്ട് പറ്റും ഏതൊരു വിഷയവും. ഇതുപോലെ തന്നെയാണ് വിഷൻ ബുക്കിലേക്കും വിഷൻ ബോർഡിലേക്കും നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരും. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു കാര്യങ്ങളിലും ഡൗട്ട് വേണ്ട, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബിബിക്കുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക. താങ്ക് യു.